അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ, നൂറ്റാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിറാ ഗുഹയിൽ ധ്യാനനിരന്തനായിരുന്ന പശ്ചാത്തലത്തില് ഇഖ്റാഇന്റെ വീരമന്ത്രോച്ചാരണം മുഴക്കിക്കൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് ആദ്യമായി വിദ്യാഭ്യാസത്തിന്റെ വാതായനം തുറന്നു തന്ന കാലഘട്ടത്തിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വലനബുലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ബിശൈഇൻ മിനൽ ഖൗഫ്, എന്തെങ്കിലും ഭയം നൽകി അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാ. ജീവിതത്തിൽ ഉണ്ടല്ലോ അല്ലാഹു ധാരാളമായി ഭയമുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ നൽകി അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നതാ. വൽ ജൂഅ്, അതായത് വിശപ്പ് നൽകി, പട്ടിണിയും ദാരിദ്ര്യവും അല്ലാഹു നൽകി നിന്നെ പരീക്ഷിക്കുന്നതാണ്. വനഖ്സിം മിനൽ അംവാൽ, ധനനഷ്ടം നൽകി അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നതാ. വൽ അൻഫുസീം, രോഗങ്ങൾ നൽകി അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നതാ. ഇതിന്റെ തഫ്സീറിൽ കാണാം, പ്രിയമുള്ളവരെ, തഫ്സീറുൽ ജലാലൈൻ പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, വൽ അൻഫുസി എന്ന് പറയുന്നിടത്തുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണെന്നറിയുമോ? അതായത് നമ്മുടെ വേണ്ടപ്പെട്ടവരെ മരണപ്പെടിയിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പരീക്ഷിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മുഅ്ജിസത്തായ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ പിന്നെയും അവിടുന്ന് ആ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാ, വസമറാത്ത്, കൃഷിയിടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുന്നതാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറഞ്ഞത് എന്താണെന്നറിയുമോ? വബശിരി സാബിരീൻ, ക്ഷമാശീലർക്ക്, ക്ഷമ കൈകൊണ്ടവർക്ക് അവർക്ക് സന്തോഷ വാർത്തയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇത്രയും ഈ മേഖലകളിലെല്ലാം ഒരു മുഅ്മിനായ മനുഷ്യനെ അല്ലാഹു പരീക്ഷിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇതിലുള്ള എല്ലാ പരീക്ഷണങ്ങളും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും.